നമസ്കാരം. കാണാത്ത കേരളത്തിലേക്ക് സ്വാഗതം. കാണാത്ത കേരളത്തിൻ്റെ ഈ എപ്പിസോഡ് വയനാട് ജില്ലയിലെ ചില വിഷയങ്ങളെ അധികരിച്ചാണ്. വിശ്വാസം എന്നത് ആധ്യാത്മിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ളത് മാത്രമല്ല, മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട മറ്റു പല മേഖലകളിലും അറിഞ്ഞോ അറിയാതെയോ അന്ധമായ വിശ്വാസങ്ങൾ സ്വാധീനം ചെലുത്താറുണ്ട്. ഇതേറെ പ്രകടമാകുന്നത് ചികിത്സാരംഗവുമായി ബന്ധപ്പെട്ടാണ്. പ്രത്യക്ഷത്തിൽ ശരിയെന്ന് ധരിക്കുന്ന പല കാര്യങ്ങളും കൂടുതൽ ഉള്ളിലേക്കെത്തുമ്പോൾ പതിരാണെന്ന് മനസ്സിലാകും. പക്ഷേ ശരിതെറ്റുകളെക്കാൾ ഉപരി ഇത്തരം സംഭവങ്ങളോട് പുലർത്തുന്ന അന്ധമായ വിശ്വാസം പലർക്കും അനുകൂല ഫലം ചെയ്യുമെന്നതും കാണാതിരുന്നുകൂടാ. എല്ലു സംബന്ധമായ ഉളുക്കും ഒടുവുമൊക്കെ പ്രത്യേക രീതിയിൽ ചികിത്സിക്കുന്ന ആദിവാസി പാരമ്പര്യ വൈദ്യമാണ് ഇന്നത്തെ ആദ്യ വിഷയം. വയനാട് നെല്ലറച്ചാലിലാണ് ആദിവാസി വൈദ്യൻ കുഞ്ഞമ്പു താമസിക്കുന്നത്. കുഞ്ഞമ്പു വൈദ്യരുടെ പക്കലുള്ള ഈറ്റക്കമ്പുകൾ തനിയെ വളയുന്നതോടെ എല്ലുരോഗം സുഖപ്പെടുമെന്നാണ് വിശ്വാസം. നെല്ലാറ അംഗൻവാടിക്കു സമീപമുള്ള ചെറിയ മുറിയിൽ വെച്ചാണ് കുഞ്ഞമ്പുവിന്റെ ചികിത്സ. ഞങ്ങൾ ചെല്ലുമ്പോൾ കുഞ്ഞമ്പു വൈദ്യൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. TV ചാനലിൽ നിന്ന് വന്നതാണെന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞമ്പു വൈദ്യന് വലിയ സന്തോഷം. മുൻപൊരു ചാനലിൽ തന്നെപ്പറ്റി വാർത്ത വന്നിരുന്നെന്നും അതുകണ്ട് നിരവധി രോഗികളെത്തിയതായും വൈദ്യൻ പറഞ്ഞു. നടുവുവേദന മുതൽ ഒടുവും ചതവും വരെ ചികിത്സിച്ച് സുഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് വൈദ്യൻ പറയുന്നത്. ദിക്കുകളിൽ നിന്ന് പോലും രോഗികൾ ഇദ്ദേഹത്തിന്റെ അടുക്കൽ ചികിത്സ തേടി എത്തിയിട്ടുണ്ടത്രേ. പുറത്തൊക്കെ പോയിട്ട് പിന്നെ കോഴിക്കോട് പിന്നെ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ മലപ്പുറത്ത് എന്നെ വണ്ടിയിൽ കൊണ്ടുപോയി ചെയ്തു വന്നിരിക്കുന്നത്. ഇതെടുക്കണം, അപ്പോൾ അതുകൊണ്ടൊക്കെ രക്ഷപ്പെടുന്നുണ്ട്. 200 രൂപയാണ് ഇപ്പോൾ ഒരു രോഗിയിൽ നിന്നും വൈദ്യൻ പ്രതിഫലമായി വാങ്ങുന്നത്. 82 വയസ്സുള്ള കുഞ്ഞമ്പു വൈദ്യൻ മുൻപ് ദീർഘനാൾ പഞ്ചായത്ത് അംഗമായിരുന്നു. പിതാവിൽ നിന്ന് പകർന്നു കിട്ടിയ അറിവുപയോഗിച്ചാണ് അദ്ദേഹം ചികിത്സ നടത്തുന്നത്. എൻ്റെ അച്ഛൻ എനിക്ക് തന്നതാണ് പാരമ്പര്യമായിട്ട്. ഫുള്ളൻ. ഇനി എൻ്റെ താഴെ മക്കളുണ്ടല്ലോ. വിചിത്രമാണ് കുഞ്ഞമ്പുവിന്റെ ചികിത്സാ രീതി. രോഗിയെ പുറംതിരിച്ചു നിർത്തി വേദനയുള്ള ഭാഗത്ത് നല്ലെണ്ണ കൊണ്ട് ചെറുതായി തടവും. തുടർന്ന് 2 പേർ രോഗിയുടെ പിൻഭാഗത്തായി ഈറ്റക്കീറുകൾ കുറുകെ പിടിച്ചു നിൽക്കണം. അതിനു പിന്നിൽ നിന്ന് കുഞ്ഞമ്പു മന്ത്രം ചൊല്ലും. ഊതുകയാണെന്നാണ് കണ്ടാൽ തോന്നുക. അധികം വൈകാതെ അത്ഭുതകരമായി 2 കമ്പുകളും വളഞ്ഞ് പരസ്പരം കൂട്ടിമുട്ടുന്നത് കാണാം. അതോടെ രോഗിയുടെ വേദന പമ്പ കടക്കുമത്രേ. ക്യാമറയ്ക്ക് മുൻപിൽ വച്ചും വൈദ്യൻ ചികിത്സാ രീതി കാണിച്ചു. വേദനയുള്ള ഭാഗത്ത് നല്ലെണ്ണ പുരട്ടിയ ശേഷം ഞങ്ങൾ 2 പേർ വൈദ്യൻ പറഞ്ഞതുപോലെ കമ്പുകൾ പിടിച്ചു. വൈദ്യൻ മന്ത്രം ചൊല്ലി തുടങ്ങിയതോടെ മിനിറ്റുകൾക്കകം കമ്പുകൾ വളഞ്ഞു. ഇടയ്ക്ക് കമ്പുകൾ നേരെ പിടിക്കാൻ ചില സഹായങ്ങളൊക്കെ വൈദ്യൻ ചെയ്യുമെങ്കിലും അവ തനിയെയാണ് വളയുന്നത്. എങ്ങനെയാണ് വൈദ്യരുടെ പക്കലുള്ള ഈറ്റക്കമ്പുകൾ തനിയെ വളയുന്നത്? വൈദ്യൻ പുറത്തേക്ക് പോയപ്പോൾ ഞങ്ങൾ കമ്പുകൾ വെറുതെ പിടിച്ചു നോക്കി. അത്ഭുതം, രോഗിയും വൈദ്യന്റെ മന്ത്രവുമൊന്നും ഇല്ലാതെ തന്നെ കമ്പുകൾ വളയുന്നു. വൈദ്യൻ ചികിത്സ നടത്തുന്ന മുറിക്ക് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. വാതിലിനു പുറമെ ഇരുവശത്തെയും ഭിത്തികളിൽ
നേർരേഖയിൽ 2 വലിയ ജനാലകളാണ് ഈ മുറിക്കുള്ളത്. പിൻഭാഗത്തെ വിശാലമായ ജലാശയവും ചരിവുള്ള ഭൂപ്രദേശവുമൊക്കെ കണ്ടപ്പോൾ തോന്നിയ സംശയം ശരിയാണോ എന്നറിയാനായി അടുത്ത ശ്രമം. ഇപ്പുറത്തെ ഭിത്തിക്ക് അഭിമുഖമായി രോഗിയെ നിർത്തിയ ശേഷം ഞങ്ങൾ പിന്നിൽ കമ്പ് പിടിച്ചുകൊണ്ട് നിന്നു. ഒന്നുകൂടി ചികിത്സ ആവർത്തിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ വൈദ്യർക്ക് സന്തോഷം. വൈദ്യൻ പഠിച്ച പണിയെല്ലാം നോക്കിയിട്ടും രക്ഷയില്ല. പാവം വൈദ്യൻ അവസാനം മുട്ടുമടക്കി. ഇപ്പുറത്തു നിന്ന് വൈദ്യരുടെ മന്ത്രമില്ലാതെ ഒരിക്കൽ കൂടി നോക്കി. ഇപ്പോഴും കമ്പ് വളയുന്നുണ്ട്. ചുരുക്കം പറഞ്ഞാൽ ആ മുറിയിൽ 2 ജനാലകൾക്കുമിടയിലായി നിന്നാൽ മാത്രമാണ് കമ്പ് വളയുക. അതിന് മന്ത്രവും തന്ത്രവും ഒന്നും വേണ്ടതാനും. തന്റെ ചികിത്സാരീതി ശരിയാണെന്നു തന്നെയാണ് കുഞ്ഞമ്പു വൈദ്യൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നതെന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് മനസ്സിലാക്കാനായത് ജനാലകളിൽ കൂടി കടന്നുവരുന്ന സമൃദ്ധമായ കാറ്റാണ് ഈറ്റക്കമ്പുകൾ വളയാൻ കാരണമെന്നാണ്. എന്തായാലും വിശ്വാസം രോഗങ്ങൾക്കു താൽക്കാലിക ആശ്വാസമെങ്കിലും കൊടുക്കുമെന്നു വേണം വൈദ്യരുടെ ചികിത്സാ വിജയത്തിൽ നിന്നു മനസ്സിലാക്കാൻ. എണ്ണ പുരട്ടി തടവുന്ന വൈദ്യരുടെ കൈപുണ്യമോ എന്തോ നിരവധി രോഗികൾക്ക് കുഞ്ഞമ്പു വൈദ്യരുടെ ചികിത്സ ആശ്വാസം പകർന്നിട്ടുണ്ട്. വിശ്വാസം വിൽപ്പന ചരക്കാക്കുന്നവർ പല കഥകളും പ്രചരിപ്പിക്കും. അത്തരമൊരു പരകായ പ്രവേശ കഥ തേടിയായിരുന്നു ഞങ്ങളുടെ അടുത്ത യാത്ര. മൈലമ്പാടിയിലുള്ള ഹരിനാരായണനാണ് തൻ്റെ ദേഹത്ത് കയറിയ ബാധയെക്കൊണ്ട് മറ്റുള്ളവരുടെ ബാധ ഒഴിപ്പിക്കുന്ന വില്ലൻ. ഹോട്ടൽ പണിയും കൂലിപ്പണിയുമൊക്കെ ചെയ്തു ജീവിക്കുന്ന സാധാരണക്കാരനാണ് ഹരിനാരായണൻ. വീടിന് സമീപം ക്ഷേത്രം നിർമ്മിച്ചിട്ടുണ്ട്. ഇവിടെ പൂജ നടത്തുന്നതൊക്കെ ഇയാൾ തന്നെയാണ്. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം ശ്രീമഹാദേവായ നമഃ. ഓം നമഃ ശിവായ. ശ്രീധരൻ എന്ന ആത്മാവാണ് തൻ്റെ ഉള്ളിൽ പ്രവേശിക്കുന്നതെന്ന് ഹരിനാരായണൻ പറയുന്നു. ഇത് വരുന്ന ശക്തിയുടെ ഒരു ശ്രീധരൻ എന്നാണ്. ശ്രീധരൻ എന്നറിയപ്പെടുന്നു, വായു എന്നറിയപ്പെടുന്നു. 2 ഭാഗത്ത് അറിയപ്പെടുന്നു. ഭാരവീര്യ എന്നുള്ള വായുദേവസ്വാമി ഈ ചമ്മനം പിടിഞ്ഞിരിക്കുള്ളൂ എന്ന് പറയുന്നു.
ശ്രീധരനാണെങ്കിൽ കാലിതാക്കിയിരിക്കുന്നു പറയുന്നത് ആൾക്കാരുടെ പറഞ്ഞ അറിവുകളാണ്. ശ്രീധരൻ പറയുന്നതൊന്നും ഹരിനാരായണന് ഓർമ്മയുണ്ടാവില്ല. മരിച്ചു പോയിരിക്കുന്ന ആത്മാക്കൾ അങ്ങനത്തെ ഒരു ഇതാണെന്നാണ് പറയുന്നത്. ചിലർ പറയുന്നത് അതല്ല, കൃഷ്ണന്റെ ഒരു ഭാഗമാണ്. ചിലർ പറയുന്നു മുത്തപ്പന്റെ ഭാഗമാണ്. ചിലർ പറയുന്നത് സന്യാസിയുടെ ഭാഗമാണ്. 16-ാമത്തെ വയസ്സിൽ തുടങ്ങിയ ശ്രീധരന്റെ വിളയാട്ടം ഒഴിവാക്കാൻ പാവം ഹരിനാരായണൻ പെണ്ണ് കെട്ടുക വരെ ചെയ്തു. ഇത് ശരിക്കും പറഞ്ഞാൽ എന്റെ 16-ാം വയസ്സിൽ കയറി വന്നപ്പോൾ എനിക്ക് 41 വയസ്സായി. ഇത്രയും വർഷം ഇതുണ്ട്. പക്ഷെ അതിന് ശേഷം ഇത് വരെ പറഞ്ഞിട്ട് ഞാൻ കല്യാണം വരെ കഴിക്കുന്നു. 21-ാം വയസ്സിൽ കല്യാണം കഴിച്ചത്, മാറാൻ വേണ്ടി കല്യാണം കഴിക്കാം. സംഭവം അപ്പൊ ഒരു 6 മാസത്തേക്ക് ഉണ്ടായില്ല. അപ്പോൾ സന്തോഷിച്ചു. അത് സന്തോഷിച്ച് ഹോട്ടൽ പണി തന്നെ എപ്പോഴും ചെയ്യുന്നത്. 5-ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ അതിന് ശേഷം ഇത് കുടുംബ പാരമ്പര്യമാണ്. കുടുംബമോഹതി അച്ഛൻ്റെ കുടുംബ പാരമ്പര്യമാണ്. ശ്രീധരൻ പ്രവേശിക്കുമ്പോൾ ഹരിനാരായണൻ പുതിയ വ്യക്തിയായി മാറും. പിന്നെ ഒരു ഫുള്ളൊക്കെ ഒറ്റക്കടിച്ചു കളയുമത്രേ. അത് കഞ്ചാവൊക്കെയാണ് ആൾക്കാർക്ക് കൊണ്ട് കൊടുക്കുക. ഞാൻ പറഞ്ഞതൊന്നും ശരിയാവില്ല എന്ന്. നമ്മുടെ ബോധത്തിൽ കുടിച്ചാലും വലിച്ചാലും ഫിറ്റില്ല നമുക്ക്. പക്ഷെ മദ്യം കൊടുക്കുന്നുണ്ട്, മദ്യം ആൾക്കാർ കൊണ്ട് കൊടുക്കുന്നുണ്ട്, സിഗരറ്റുകൾ കൊണ്ട് കൊടുക്കുന്നുണ്ട്. അതായത് ദുബായിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരുണ്ട്, അവർ അതിനെ കൊണ്ടുവന്ന സാധനങ്ങൾ ഇതൊക്കെ സംഭവമൊക്കെ എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഇത് ഒരെണ്ണടിച്ച് നമ്മൾ ഒന്നരടിച്ച് നമ്മൾ ഇല്ലായി. പക്ഷെ ഇത് ഒരു ഫുള്ളൊക്കെ ഇരുന്നിരിപ്പിനെ തീർത്തിട്ട് അങ്ങ് പോവാം. പക്ഷെ നമ്മൾ അറിയുന്നു ഇതാവുന്നില്ല. അത് കഴിഞ്ഞ ശേഷം നമ്മൾ വായു ആസ്വദിക്കും. വായയിൽ സ്മെല്ലുണ്ടാവും. അപ്പോൾ ആൾക്കാർ നല്ല കുടിച്ചിട്ടുണ്ടാവില്ല, ഫിറ്റാണല്ലോ എന്ന് പറയും. ശ്രീധരൻ എത്തുന്നത് മൊബൈൽ ഫോൺ ക്യാമറയിൽ പകർത്തിക്കൊള്ളട്ടെ എന്ന് ഞങ്ങൾ വിനയപൂർവ്വം ചോദിച്ചു. ശ്രീധരനോട് അനുവാദം ചോദിച്ചു വേണം, അല്ലെങ്കിൽ ക്യാമറ തകരാറിലാകും. ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ മൊബൈൽ കണ്ടല്ലോ. എന്റെ ഇതിപ്പോ കണ്ടോ, ഞാൻ മക്കളെ കൊണ്ട് ചെയ്യിച്ചിട്ട് ഇതെന്റെ 9-ാമത്തെ മൊബൈലാണ്. ടൂറ് വന്നതാണെന്നും ഞങ്ങളിലൊരാൾ രാത്രി ഹോട്ടൽ മുറിയിൽ പ്രേതത്തെ കണ്ടെന്നുമാണ് ഞങ്ങൾ ഹരിനാരായണനോട് പറഞ്ഞത്. വിളക്കു കത്തിച്ചു വെച്ച ശേഷം ഹരിനാരായണൻ ശ്രീധരന്റെ ആത്മാവിനെ വിളിച്ച് ദേഹത്തു കയറ്റി. സിഗരറ്റ് പുകച്ചുകൊണ്ട് ശ്രീധരൻ ഇരിക്കുന്നത് കാണേണ്ടതു തന്നെ. വള്ളുവനാടൻ ശൈലിയിലാണ് പിന്നെ സംസാരം. എന്താ പേര്? രാജേഷ്. നക്ഷത്രം ഉത്രാടം. നക്ഷത്രം. വയസ്സ് 34. 34. വെളി കഴിച്ച ഏതാ? കല്യാണം ഇല്ല. എത്രയും പെട്ടെന്ന് മടങ്ങ്. കൂട്ടുകൂടി ഉത്തരവാദിത്തം പറയേണ്ടി വരും. മനസ്സിലായില്ല? വളരെ ദോഷത്തിലാണ്. വിഷമിക്കുന്നു വേണ്ട, നന്നായിട്ട് പ്രാർത്ഥിക്കുക. അത് മാത്രം ചെയ്യും. വിശ്വാസം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന എന്ന് പറയുന്നുണ്ടല്ലോ. വിശ്വസിക്കുക എന്ന് പറയുന്നത് അത് നമ്മുടേതായിട്ടുള്ള ഒരു വിശ്വാസം തന്നെയാണല്ലോ. ഉള്ളിൽ തട്ടിയിട്ട് വരുന്ന ഒരു വാഹന വിശ്വാസം എന്ന് പറയുന്നത്. അവിടെ തട്ടിയിട്ട് തന്നെയാണ് വിശ്വാസം ഇല്ല എന്ന് പറഞ്ഞിട്ട് വരുന്നത്. മനസ്സിലായില്ല? അപ്പൊ വിശ്വാസം ഉള്ളത് കൊണ്ടാണല്ലോ ഇന്നത്തെ ഒരു ഭാഗം നോക്കാമെന്ന് തീരുമാനിച്ചതാ. ഹോട്ടൽ മുറിയിൽ സംഭവിച്ചതൊക്കെ ശ്രീധരൻ പെട്ടെന്ന് തന്നെ കണ്ടെത്തി. കെട്ടിടത്തിന്റെ ഭാഗം പൂർണ്ണമുള്ള ഒരു ഭാഗത്തല്ല നിങ്ങൾ താമസിച്ചിട്ടുള്ളത്. ഇന്ന് രാവിലെ പറഞ്ഞ അവിടെ നേരത്തെ മരിച്ചിട്ടുണ്ടെന്നൊക്കെ അപ്പൊ നമ്മുടെ ആൾക്കാർ തീർച്ചയായിട്ടും ഇതിന്റെ ഒരു ഭാഗത്തുനിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല. ശരിക്കും എന്താ പറയുന്നത്, ഒരു രക്തം കൂടുതൽ രക്തോട്ടുള്ളവർക്ക് പ്രവേശിക്കാന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. മനസ്സിലായില്ലേ? നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കടന്നു പോകുന്നിരിക്കുന്ന ഒരു സാന്നിധ്യ ഭാഗം തന്നെ. ഇങ്ങനത്തെ ഒരു ഭാഗത്തേക്ക് നിങ്ങൾ കടന്നു പോകുന്നത് ഞാൻ ഈ ശരീരത്തോട്ട് വരുന്ന ഒരു ഭാഗം തന്നെയാണ്. അപ്പൊ ഇതിന്റെ ഒരു ഭാഗം നിങ്ങൾ കടന്നു വന്നിരിക്കുന്നു പറഞ്ഞൊരു ദൈവികപരമായിട്ടുള്ള ഒരു ഭാഗമല്ല, ദുഷിച്ചൊരു ഭാഗമാണ്. അതാണ് എത്രയും പെട്ടെന്ന് പോകാൻ പറയണത്. ഇത് മേത്തോട്ട് കയറിയിട്ടില്ല കുട്ടി. കൂട്ടത്തിൽ ബിസിനസ് ചെയ്യുന്നവരിൽ 2 പേർ ദോഷം ചെയ്തിട്ടുണ്ടോ എന്ന് ഞങ്ങൾ സംശയം പ്രകടിപ്പിച്ചു. അവരിലൊരാൾ ഒപ്പം വന്നിരുന്നെന്നും ഇപ്പോൾ ഹോട്ടൽ മുറിയിൽ തങ്ങുകയാണെന്നും കളവ് പറഞ്ഞതോടെ ശ്രീധരൻ അതും കണ്ടെത്തി. ഇപ്പോൾ നമ്മുടെ റൂമിലുള്ള സുഹൃത്തില്ലേ, ഞങ്ങൾ 3 പേരും കൂടിയിട്ടാണ് ഈ ബിസിനസ്. അപ്പോൾ അവനും ഇവനും കൂടി ഇപ്പോൾ ഇതായിണ്ടോ അതോ അവനും പണിയുണ്ടോ എന്ന് സംശയമുണ്ട്. കാരണം അവനിപ്പോൾ റൂമിൽ അയാളുടെ റൂമിലൊന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാനോട് എന്താ പറയണത്, എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അവരുപരമായിട്ടുള്ള ഒരു കാര്യഘട്ടങ്ങളൊന്നും വേണ്ട, അധികം ഒന്നും വേണ്ട.
ഇപ്പൊ രണ്ടാളും പ്രശ്നക്കാരാണ്. ബന്ധമുണ്ടല്ലോ, അതല്ലേ ഞാൻ പറയണത്. എന്തുകൊണ്ട് നിങ്ങളുടെ പുറകെ വന്നില്ല? എന്തുകൊണ്ട് ഇവര് രണ്ടെണ്ണം വന്നു? അവരിലൊരാൾ കടം വാങ്ങിയ പണം തിരികെ തരാനുണ്ടെന്നും അയാളുടെ വീട്ടിൽ വെച്ചാരാധനയുണ്ടെന്നും ഞങ്ങൾ കളവ് പറഞ്ഞു. വെറ്റില ഉപയോഗിച്ചായി അപ്പോൾ പ്രശ്നം നോക്കൽ. അവൻ ചെയ്തിട്ടുള്ള ആണോ എന്നൊക്കെ ഒരു സംശയം. ആദ്യം നോക്കണ്ട. ആദ്യം നിങ്ങൾ തമ്മിൽ എത്ര വർഷത്തേക്കുണ്ട്? ഞങ്ങൾ 7 വർഷം. പൂർണ്ണ സത്യമാണോ പറഞ്ഞത്? പൂർണ്ണ സത്യമാണ് പറഞ്ഞത്. കാരണം അതാ ഞാൻ ചോദിച്ചത്. നിങ്ങൾ തമ്മിൽ എത്ര വർഷത്തെ പരിചയം ഉണ്ടെന്നാണ് ഞാൻ ചോദിച്ചത്. മനസ്സിലായില്ല? 1, 2 അപ്പോൾ ഇവിടെ പറഞ്ഞത് 7 വർഷമാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ 2 കൂട്ടി പറഞ്ഞു. ഇത് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് നോക്കേണ്ടത്. അപ്പോൾ ഈ ഇരിക്കാവുന്ന ഒരു സ്ഥിതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സാന്നിധ്യത്തിൽ നിന്ന് വരുന്നത് തന്നെയാണ് ഈ ഒരു ദോഷഗണം പ്രവർത്തിച്ചിട്ടുള്ളത്. പൊടിയായി ചെയ്ത് വിടുക എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പൊടിയായിട്ട് ചെയ്തു വിടുക, വാതയായിട്ട് ചെയ്തു വിടുക എന്ന് പറയുന്നത്. ഇയാളെ വളരെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? മരണമുണ്ട് എന്ന് പറയുന്നത് മനസ്സിലായി. ഇയാളുടെ ആയുസ് ഒടുങ്ങിയിട്ട് പോണതല്ല, പൂർണ്ണപരമായിട്ട് വന്നത് ചുടലഭദ്രകാളിയാണ്. ചുടലഭദ്രകാളിയുടെ ഭാവത്തിലാണ്, രൂപത്തിലാണ് ഈ ഒരു ബാധയ്ക്ക് കടന്നു വന്നിട്ടുള്ളത്. ഇനി കിട്ടാനുള്ള 5 ലക്ഷം രൂപ തിരികെ കിട്ടാനുള്ള വഴിയാണ്. ഇത് വരിയില്ലാത്ത ഒരു കഷ്ണം പേപ്പർ എടുക്കുക, ചെറിയൊരു കഷ്ണമായിട്ടുള്ളത് എടുക്കുക. എടുത്തു കഴിഞ്ഞിരിക്കുന്നതിന് ശേഷം അതിനകത്ത് അയാളുടെ പേരെഴുതുക. അയാളുടെ നാളറിയാമെങ്കിൽ എഴുതുക, അയാളുടെ വയസ്സ്. ഇത് 2 സംശയത്തിന്റെ പേര് എഴുതരുത്. വയസ്സും നാളും സംശയത്തിന്റെ പേര് എഴുതരുത്. അല്ലെങ്കിൽ പേര് മാത്രമേ എഴുതാവുള്ളൂ. അത് യഥാർത്ഥ പേര് കൃത്യമായിട്ട് മലയാളത്തിൽ തന്നെ എഴുതണം. ഇത് ചെയ്തതിന് ശേഷം 5 ലക്ഷം രൂപ തരണ്ട. അത് എത്ര ഉണ്ടെന്ന് വെച്ചാൽ അത് കൃത്യമായിട്ട് എഴുതണം. കടലാസ് ഇങ്ങനെ ചുരുട്ടിയെടുക്കുക. ചുരുട്ടിയെടുത്തിട്ട് ഒഴുകുന്ന നദി, പുഴ എന്ന് പറഞ്ഞാൽ ഒഴുകുന്ന നദിയിൽ കൊണ്ടുപോയിട്ട് നിന്നിട്ട് ഒന്ന് മുങ്ങുക. ഇത് കൈ പിടിച്ചൊന്ന് മുങ്ങുക. അതിന് വേണ്ടിയിട്ട് ആഴ്ചയൊന്നും വേണ്ട. വെറുതെ നിന്നിട്ട് മുങ്ങിയിട്ട് എന്ന് പറഞ്ഞിട്ട് ഇതിങ്ങനെ പിടിച്ചിട്ട് എനിക്ക് ആ പണം ഇയാൾ എത്രയും പെട്ടെന്ന് തരാൻ തോന്നിക്കണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കടലാസ് പുറത്തേക്ക് വലിച്ചെറിയുക. എന്നിട്ട് ഒന്നുകൂടി ഇങ്ങനെ മുങ്ങിയിട്ട് കാശും പോകും. പോവല്ലേ, കിട്ടാനാണെന്ന് പറയണത്. ഇതിൻ്റെ ഒരു ഭാഗം അയാളത് എൻ്റെ ഒരു ഭാഗം നോക്കാം. അയാൾ തരുവോ തരില്ലേ എന്നുള്ളത് നോക്കാലോ. വന്നിട്ടുണ്ടോ? ഒന്നുമില്ല. 7ാം കാലം ഇയാൾ ചതിക്കും. ചതിയനാണ്. ദോഷമൊക്കെ മാറ്റി തിരികെ ഒരു പണി കൊടുക്കണമെങ്കിൽ അതിനും വഴിയുണ്ട്. ചില പ്രത്യേക പൂജകളൊക്കെ ശ്രീധരൻ നടത്തിത്തരും. അതിന് കറുത്തവാവ് ദിവസം വീണ്ടും വരണം. ആ സമയം വാവിന്റെ ദിവസം വരും. വാവിന്റെ ദിവസം കഴിക്കാതെ രാത്രിയല്ല പകലെന്ന് വന്നാൽ മതി. കാരണം ഒരു നാളികേരം കൊണ്ടുവരും, വേറെ ഒന്നും വേണ്ട. അവർ രണ്ടുപേരും നാളെ സ്നേഹത്തോടെ കിട്ടണമെങ്കിൽ മേടിച്ചാൽ വളരെ എത്രയും പെട്ടെന്ന് ഗുണം ചെയ്യാൻ പറ്റും. പണി കൊടുക്കാൻ വേണ്ടിയാണ്. ഇതിപ്പോൾ ഏറ്റവും കഠിനപരമായിട്ടുള്ള ഒരു കാര്യമാണ്. നാളികേരത്തിനകത്ത് തകിട് വെച്ചിട്ട് ഇവിടത്തേക്ക് ഞാൻ കൊടുത്തിരുന്നത്. ഗുരുതി കഴിക്കാന്ന് പറഞ്ഞെങ്കിൽ യക്ഷിക്കാണ്. അതിപ്പോൾ ഇവര് വിട്ടതിനേക്കാളും ഡബിൾ സാധനമാണ്. അത് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ പകല് പറ്റില്ല. ഇങ്ങനത്തെ ട്രൗസർ പറ്റില്ല, മുണ്ട് കൊടുക്കണം, മുണ്ട് കൊടുത്ത് വരണം. ആരിൻ്റെ ഇതിലാണ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അന്നത്തെ ദിവസം തന്നെയാണ് അതും ചെയ്യുന്നത്. വാദസം അത് മുൻകൂട്ടി പണം പറയുക. നിങ്ങൾ അത് വിളിച്ചു ചോദിച്ചിട്ട് അതിന് വേണ്ടുന്ന രീതിയിൽ നമ്പർ എടുത്തോളൂ. എന്നിട്ട് അതിന്റെ പേരിൽ വിളിച്ച് ചോദിച്ചിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ആ സമയത്ത് കൂടുതൽ എത്രയാണ് അതിന്റെ സാധനത്തിന്റെ വില കണക്കൂട്ടിയിട്ട് പറയണുള്ളൂ. കൂടുതലൊന്നും കോഴി വരുന്നുണ്ട്, അതായത് മദ്യം വരുന്നുണ്ട്, പട്ടു വരുന്നുണ്ട്, മഞ്ഞപ്പൊടി വരുന്നുണ്ട്, കർപ്പൂരം വരുന്നുണ്ട്, എണ്ണ വരുന്നുണ്ട്, അവല് വരുന്നുണ്ട്, കുറച്ച് പച്ചരി വരുന്നുണ്ട്, പഴങ്ങൾ വരുന്നുണ്ട്, നാളികേരം വരുന്നുണ്ട്, കുറച്ച് നെയ്യ്. അത് ബ്രാൻഡ് വരായിട്ട് ചാരായണോ നല്ലത് ചാരായം കിട്ടില്ലല്ലോ. അപ്പോൾ കിട്ടുന്നുണ്ടെങ്കിൽ ചാരായം. പൂജയുടെ ചെലവറിയണമെങ്കിൽ ഹരിനാരായണനോട് ചോദിക്കണം. സാധനങ്ങളുടെ വില നിലവാരമൊന്നും ആത്മാവിന് അറിയില്ലായിരിക്കും. ഇതിന്റെ ചാർജ് എനിക്കറിയില്ല. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ദിവസത്തിന് വില കൂടിയെന്ന് പറയുന്നത്. അപ്പൊ എനിക്കറിയില്ല കോഴി മദ്യത്തിന് എന്താണ് വില വരുന്നതെന്ന് എനിക്കറിയില്ല. ആൾക്കാർ എനിക്ക് മദ്യം കൂടി തരാണ്ട് ഞങ്ങൾക്ക് വില നോക്കാനുള്ള കാര്യമില്ല. അതായത് ധനം കിട്ടിയ പശുവിന്റെ വായിൽ പല്ലുണ്ടോ എന്ന് നോക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. കർമ്മഘട്ടങ്ങൾ ഞാൻ ശരിയായിട്ട് വന്നതിന് ശേഷം തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് അതിന് പടങ്ങൾ പന്തൊക്കെയാണ് അതിന് വേണ്ടത്. ഇതെല്ലാം കത്തിച്ച് കുറെ കാര്യഘട്ടങ്ങളുണ്ട് അതിനകത്ത് ചെയ്യണമെങ്കിൽ. നിസ്സാരമൊന്നുമല്ല, വാഴപ്പോളകൾ കുറെ കാര്യഘട്ടങ്ങളുണ്ട്. അപ്പൊ ഇതെല്ലാം വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു കർമ്മഫലങ്ങളെ ചെയ്യുന്നത്. സമയം പിടിക്കും. മൊബൈൽ നമ്പർ എടുത്തിട്ട് വിളിച്ചാലോ അല്ലെ? വിളിച്ചാൽ മതി. ഇവിടത്തേക്ക് വിളിച്ചിട്ട് ഇന്ന പേര് ദേഹക്കാരന്റെ പേര് പറയും. അപ്പോ ശരിക്കും അത് അവന്റെ ഇരിക്കാവുന്ന ഒരു പേരാണ്. ഹരിനാരായണൻ എന്നുള്ള പേരാണല്ലോ. വിളിച്ചിട്ട് ഇങ്ങനെ നിങ്ങളെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ കണ്ടിരിക്കുന്ന പേര് ഞങ്ങൾ വർമ്മം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് എത്ര രൂപയാവുമെന്ന് കണക്കൂട്ടിട്ട് പറയുന്നു പറയാം. താൽക്കാലിക ആശ്വാസത്തിന് ഭസ്മം കലക്കി കുടിപ്പിക്കുന്ന പരിപാടിയും ശ്രീധരനുണ്ട്. ആദ്യം വെറ്റില കീറി 2 കണ്ണുകൾക്കും മുകളിൽ വെക്കും. പിന്നീടാണ് ഭസ്മവെള്ളം കുടിപ്പിക്കൽ. ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഗ്ലാസ് ഭസ്മം ജപിച്ചിട്ടുണ്ട്. ആ ഒരു ഭസ്മം ജപിച്ച് ആ ഭസ്മം കഴിക്കുക.
വൈദ്യനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഹരിനാരായണൻ്റേത് വലിയ തട്ടിപ്പാണ്. മാനസിക വൈകല്യത്തിൻ്റെ ലക്ഷണമൊന്നും ഇയാൾക്കില്ലെന്നിരിക്കെ ആത്മാവ് കയറിയതായൊക്കെ അഭിനയിക്കുന്നത് തീർച്ചയായും സാമ്പത്തിക ലാഭം ലക്ഷ്യം വെച്ച് തന്നെയായിരിക്കും. തന്നെയുമല്ല, തമിഴ് ടീച്ചറുടെ അടക്കം മറ്റു പല ആത്മാക്കളും തരം പോലെ ഇയാളുടെ ഉള്ളിൽ കയറുമെന്നാണ് നാട്ടുകാരിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. മറ്റു വിഷയങ്ങളുമായി അടുത്ത വാരം വീണ്ടും കാണാം.